തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ആഞ്ഞടിച്ച CPIM തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ പറയുന്ന പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെട്ടിരിക്കില്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ ജയിലിലടച്ചത് സംശയാസ്പദമാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കമെന്ന് ചെന്നിത്തല ആരോപിച്ചു. ഒരു തെളിവുമില്ലാതെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ക്രൂരമായ നടപടിയാണ്. തന്ത്രിയെ മാറ്റി നിർത്തുക. ഈ വിധിന്യായം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിഖിൽ അളവൂരാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്തായാലും തന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണം പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞിരുന്നു തന്നെ പ്രതികാര നടപടിയായാണ് തന്നെ അറസ്റ്റ് ചെയ്തത്, യുവതീ പ്രവേശനത്തിന്റെ പകപോക്കലാണ് എന്നുള്ളത്. ഏകദേശം കോൺഗ്രസും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴാണ് CPIMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നത്. എന്താണ് ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഈ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIM കൂടുതൽ ശക്തമായി തന്നെ അവരുടെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. സ്വാതി പറഞ്ഞതുപോലെ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പിന്തുണ കിട്ടുന്നു. അതിനെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ചേർത്ത് വെച്ച് ചർച്ചകൾ നടക്കുമ്പോഴും CPIM ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ വിഷയങ്ങളിൽ പ്രതികരണം ചോദിച്ചപ്പോൾ, അതായത് തന്ത്രിയൊക്കെ ഇങ്ങനെയാണല്ലോ ഇതിൽ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഒറ്റ വാക്കാണ് MV ഗോവിന്ദന്റെ മറുപടിയായി പറഞ്ഞത്. തന്ത്രിയൊക്കെയും ഈ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടുന്നയാളല്ലേ എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ഒപ്പം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു വരുന്ന വിഷയങ്ങളിലേക്ക് തന്നെ വീണ്ടും ഇതിനോട് ചേർത്ത് തന്നെ പറയുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചു നടന്നപ്പോൾ സഖാക്കളാണപ്പ എന്ന് എല്ലാവരും പാടി നടന്നു. എന്നാൽ അത് KC വേണുഗോപാൽ ആണപ്പ എന്ന സ്ഥിതി വന്നതോടുകൂടി മാധ്യമങ്ങൾക്കടക്കം ഒരു തരത്തിലുള്ള ചർച്ചയും ഒരു ചുക്കുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന പതിവ് വിമർശനം MV ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും തന്ത്രിക്കെതിരെ CPIMന്റെ നിലപാട് ഇത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. മറ്റ് ഈ കോൺഗ്രസും BJPയും ഒക്കെ രാഷ്ട്രീയ പിന്തുണ തന്നെ നൽകുന്ന ഒരു സാഹചര്യം വരുന്നു. തന്ത്രി തന്നെ കുടുക്കിയതാണ് എന്ന് സർക്കാരിനെതിരെ ഒരു ആരോപണം എന്ന രീതിയിൽ ഉന്നയിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഈ പെരുങ്കള്ളന്മാരുടെ ഒക്കെ പട്ടികയിൽ പെടുന്നയാളാണ് തന്ത്രി എന്നത് തന്നെയാണ് CPIM നിലപാട്. അത് പറയുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരി നിഖിൽ.